അപ്പോൾ ഇത് നാട്ടിൻപുറത്തെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെന്താണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, ചക്കയുടെ കൂഞ്ഞാണ് കേട്ടോ. ചക്കയുടെ മധ്യത്തിലിരിക്കുന്ന സംഭവം ചക്കക്കൂഞ്ഞ്. ഇത് ചക്കക്കുരുവാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ചക്കക്കൂഞ്ഞ്, ചക്കക്കുരു. ചക്കക്കുരു ഇതേപോലൊക്കെ പൊളിച്ചെടുത്ത് അരിഞ്ഞിട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പുമിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഉപ്പൊക്കെ പാകത്തിന് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം കുറച്ചിടുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം കൂഞ്ഞ് ഇതേപോലെ മുകൾ ഭാഗമെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ചക്കയുടെ ആ ഭാഗങ്ങളൊക്കെ അതിലെടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കുക. വീണ്ടും ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത്രയും വലിപ്പം തോന്നുന്നതാണ് കേട്ടോ, വലിയ വലിപ്പമൊന്നും ഇല്ല ഇത് നമുക്ക്. അപ്പം ഇത്രയും ഭംഗിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരുവിലേക്ക് ഈ കൂഞ്ഞും കൂടി അങ്ങ് ഇടുക. അതവിടെ ഇരുന്ന് പെതുക്കെ വന്നോട്ടെ അല്ലേ. ചെറിയ തീയിലിട്ടേക്കുക. അതവിടെ ഇരുന്ന് വെള്ളം വറ്റി അടിക്ക് പിടിച്ച് പോകാതെ നോക്കിക്കോണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതങ്ങനെ അടച്ച് തന്നെ വെച്ചേക്കുക. അതവിടെ ഇരുന്ന് വേവും. ശേഷം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സവാള അരിഞ്ഞെടുക്കുക, കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞെടുക്കുക, തേങ്ങാക്കൊത്ത്. എന്നിട്ട് നമ്മൾ ചീനിച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നു, തേങ്ങാക്കൊത്ത് ആദ്യമേ ഇടുന്നു. അതൊന്ന് ചെറുതായിട്ട് ചൂട് പിടിക്കുമ്പോൾ നമ്മളതിനകത്തേക്ക് കടുക് വറുക്കാൻ ആവശ്യമായ കടുക് ചേർക്കുന്നു. പിന്നെ വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കണം. അപ്പം ഇത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് തേങ്ങായും ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പിടിക്കാതെ സൂക്ഷിച്ചോണം. ചെറിയ തീയിലിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്നത്. സവാള ഇടുമ്പോൾ കുറച്ച് മാത്രം ഉപ്പിട്ടാൽ മതി. കാരണം മുമ്പേ നമ്മൾ ചക്കക്കുരുവിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റിലിട്ടാലും മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ വേറൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയതിട്ട് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് വറന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഒന്നും ഒരുപാടായി പോകരുത് കേട്ടോ. മല്ലിപ്പൊടി ഒരുപാടായ കറി ചീത്തയായിപ്പോവും. പിന്നെ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇടുക. നമ്മൾ വേറെ പച്ചമുളകൊന്നും ഇടാത്തത് കൊണ്ട് നമ്മുടെ എരിക്കും കളറിനും ഒക്കെ അനുസരിച്ചുള്ള മുളക് പൊടി നമ്മൾ ചേർത്താൽ മതിയാവും. അപ്പം ഈ മുളക് പൊടി മല്ലിപ്പൊടി എന്ന് പറയുന്നത് തേങ്ങ വറന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇട്ടാൽ മതി. കാരണം തീ കെട്ടി കഴിയുമ്പോഴേ നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ തേങ്ങയുടെ ആ ചൂടിലേക്ക് ഇട്ട് തന്നെ ചൂടാക്കി എടുത്താൽ മതിയാവും. ഇപ്പുറത്ത് നമ്മുടെ സവാളയെല്ലാം വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വറുത്ത് വെച്ച തേങ്ങ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഒരു പൊടിയും കൂടി ആഡ് ചെയ്യണം. അതായത് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ചക്കക്കുരുവും കൂഞ്ഞും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമ്മുടെ ആ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മളൊരു നല്ല ചിക്കൻ കറി വെക്കത്തില്ലേ, അതേ രീതിയിലാണ് നമ്മൾ ഈ ചക്കക്കൂഞ്ഞ് വെക്കേണ്ടുന്നത്. അപ്പം ഈ ഡിഷിൻ്റെ പേരെന്ന് പറയുന്നത് നാട്ടിൻപുറത്ത് ഇതിന് ഇറച്ചിക്കൂഞ്ഞെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇറച്ചി വെക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കൂട്ടാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മളത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ചക്കക്കൂഞ്ഞിലേക്ക് ചേർക്കുക. പിന്നെ ഇനി നമ്മൾ പരുവത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇച്ചിരി തീ കൂട്ടിയിടുക. എന്നിട്ട് നന്നായിട്ട് വേവാൻ അനുവദിക്കുക. കുറച്ച് വെന്ത് പാകമായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാല ഇച്ചിരി തൂക്കി കൊടുക്കണം. അത് അത്യാവശ്യമായിട്ടുള്ള ചെയ്യേണ്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അല്പം ഗരം മസാല, ഒരുപാടായി പോകരുത്. ചിക്കൻ മസാല ചേർത്തത് കൊണ്ട് കുറച്ച് മതി. പിന്നെ ഒരു നുള്ളു പഞ്ചസാര, കുറച്ച് പഞ്ചസാര കേട്ടോ. അതൊക്കെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു തക്കാളിയും കൂടി വഴറ്റി ചേർക്കണമായിരുന്നു. നമുക്ക് തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം സോസ് ഒഴിക്കുകയാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്, തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ഈ സോസ് ഒഴിച്ച കറിയൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിക്ക് നല്ല വൃത്തിയായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു കറി കൂടിയാണ് കേട്ടോ. പിന്നെ ചോറിനാണെങ്കിൽ അതിനെക്കാട്ടി